ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് വന്നു, കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ എനിക്ക് ബോറടിച്ചു. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് ഡാൻസ് കളിച്ചു. അപ്പോൾ എനിക്ക് തോന്നി അത് നമുക്ക് നടപടിയാവുന്ന കേസല്ല. അങ്ങനെ ഞാനതിനെ സൈഡായിട്ട് മാറ്റി വെച്ചിട്ട് നേരെ വന്നിട്ട് ഇതാ ഈ സാധനം നിങ്ങളെ കാണിച്ചിട്ട് പോകാമെന്ന് വെച്ചു. നിങ്ങൾ കണ്ടിട്ട് പോയാൽ മതി. ഇതെന്നാന്ന് വെച്ചാൽ എൻ്റെ കുട്ടികൾ എനിക്ക് തന്നിട്ടുള്ള കുറച്ച് ഗ്രീറ്റിങ്സ്, അങ്ങനെ കുറച്ച് താങ്ക് യു കാർഡൊക്കെയാണ്. അതിപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ച്. ഞാനും ഇത് മൊത്തം ഒന്നും അധികം കണ്ടില്ല. കിട്ടുമ്പോൾ ഒന്ന് കാണും, പിന്നെ കൊണ്ടുവെക്കും, ഇങ്ങനെ വെച്ചേക്കുക. അപ്പോൾ ഈ ബാഗ് ഏകദേശം ഫുള്ളായി. ഇനി എനിക്കൊരു വലിയ ബാഗ് മേടിക്കണം. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കഥകളുണ്ട് എല്ലാത്തിനും പിന്നിൽ. അപ്പോൾ ഞാൻ കുറച്ച് കാണിക്കാമെന്ന് കരുതി. കുറച്ച് ഇങ്ങനെ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്, അതിനെ കാണിക്കാം. ആദ്യമായിട്ടാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കാൻ കാര്യം, ഇതിനകത്ത് തന്നെ വരച്ചിട്ടുണ്ടൊരു കുട്ടി. കണ്ടോ, ഇത് ഞാനാ. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതാ ഈ ഷീപ്പിൻ്റെ കൂട്ടിരിക്കുന്നത് ഇത് ഞാനാ. ഇതെന്നെ വരച്ചിട്ടുണ്ട്, ഇവിടെയും വരച്ചിട്ടുണ്ട്. അതിലെ ഗ്രീഷ്മ മമ്മൊക്കെ എഴുതിയിട്ടുണ്ട്. ശരിക്കും ഇഷ്ടം കൊണ്ടാ അതെ. ഇത് ഞാൻ ഒരുത്തനിൽ നിന്ന് പിടിച്ച് മേടിച്ചതാ. ക്ലാസ് ടൈമിൽ അവൻ ഇത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ കരുതി ചോക്ലേറ്റാണ്. ഞാൻ തിന്നാൻ നോക്കിയിട്ട് പറ്റില്ല, ഇത് പ്ലാസ്റ്റിക്കാണ്. പിന്നെ ഇത് ഒരു കുഞ്ഞിൻ്റെ പിഞ്ച് വിരലുകളുടെ പ്രിൻ്റാണിത്. അതിന് കാലൊക്കെ വരച്ച്, കാലാണോ കൈയാണോന്ന് അറിയത്തില്ല, എന്തോ ഒരു സാധനം, അതൊക്കെ വരച്ച് കണ്ണൊക്കെ വരച്ച് അവൻ എനിക്ക് കൊണ്ടു തന്നു. ഐ ലൈക്ക് ദിസ്. പിന്നെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഐ ആം താങ്ക്ഫുൾ ടു യു മാം. അതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. കുറച്ച് ഇതൊക്കെ വെച്ചിട്ടുണ്ട്, ആ ഒരു സാധനം. പിന്നെ ഇത് ബിലേറ്റഡ് ടീച്ചേഴ്സ് ഡേ വിഷസ് പറഞ്ഞിട്ട് തന്നവരാണ്. അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷേ സ്കെച്ചിൻ്റെ കളർ ഏകദേശം മറ്റേ മിന്നാമിന്നിയാണ്. അപ്പോൾ നമുക്കറിയാൻ പറ്റത്തില്ല. ഇതിനകത്ത് പെന്നൊക്കെ മാമിനെ വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത്. ലൈറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു, മാറ്റിക്കാം. ഇതിനകത്ത് എനിക്ക് പെന്നൊക്കെ വെക്കാമെന്ന് കരുതി പറഞ്ഞിട്ട് തന്നേ കേട്ടോ. പെന്നില്ല, തൽക്കാലം നമുക്ക് സ്പൂൺ വെച്ച് നോക്കാം. അതാ ഇങ്ങനെ നമുക്കിനകത്ത് പെൻ വെക്കാം. ഇങ്ങനെ പെൻ വെക്കാം. അങ്ങനെ അതിനുശേഷം ഇതും അതുപോലെ താങ്ക് യു സോ മച്ച് മാം എന്ന് പറഞ്ഞിട്ട് കുറേ. ഇതെല്ലാം ബുക്കിൻ്റെ പേപ്പർ കീറിയാൽ മനസ്സ് നമ്മൾ അറിയാതിരിക്കരുത് കേട്ടോ. പിന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒന്നാണ്. എൻ്റെ വാച്ചൻ്റെ ബർത്ത്ഡേക്ക് മുന്നേ കുട്ടി അവിടെ വരച്ച് സെറ്റാക്കി തന്നതാണ് കേട്ടോ. ദിസ് ഈസ് ഗ്രീഷ്മ, അതൊരെണ്ണം. പിന്നെ ഇതും ഒരു പെൻ ഹോൾഡർ, ഇഷ്ടമാണ് എനിക്ക്. പിന്നെ എനിക്ക് സ്കൂളിൽ പോകാനൊരു ബാഗ്. ഇത് എൻ്റെ നിലവിലുള്ള ബാഗിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമ്പോൾ ഞാൻ ഇതും കൊണ്ടായിരിക്കും പോകുന്നത്. കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കും ഞാനിത് കൊണ്ട് പോയി കഴിഞ്ഞാൽ. ഇതൊരു ബാഗ്. പിന്നെ കുറേ ബാൻഡ്സ്, ഇങ്ങനെ കുറേ ടീച്ചേഴ്സ് ഡേക്ക് തന്നിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഡേക്കൊക്കെ തന്നിട്ടുള്ള കുറേ ബാൻഡ്സ്. ഇങ്ങനെ ഇത് നമുക്ക് അങ്ങനെ ഇടാൻ പറ്റത്തില്ല, എന്നാലും ഞാൻ ഫോർ വൺ ടൈം ആയി ഞാൻ ഇടാം. നമുക്ക് ഒന്ന് അറുമാദിക്കാം. അപ്പം ഇതൊക്കെയാണ്.